ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ജപമാല രാജ്ഞിക്കൊപ്പം എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒക്ടോബർ മാസം 14-ാം തീയതി നമുക്ക് പ്രാർത്ഥനയോടെ ഈ ദിവസത്തെ ശുശ്രൂഷകൾ ആരംഭിക്കാം. സങ്കീർത്തനങ്ങൾ 119:5 വചനപ്രകാരമാണ് നാം വായിക്കുക. അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരത ഉള്ളവൻ ആയിരുന്നെങ്കിൽ. അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നവനിൽ ഞാൻ സ്ഥിരത ഉള്ളവനായിരുന്നെങ്കിൽ. കർത്താവിൻ്റെ അല്ലെങ്കിൽ കൽപ്പനകൾ, നിയമങ്ങൾ, പ്രമാണങ്ങൾ അത് പാലിക്കുന്നതിൽ, അല്ലെങ്കിൽ സ്വർഗം നമ്മളോട് ആവശ്യപ്പെടുന്ന പ്രാർത്ഥനകൾ അത് പാലിക്കുന്നതിൽ സ്ഥിരത ഉള്ളവൻ ആയിരുന്നെങ്കിൽ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് ജപമാല രാജ്ഞിക്കൊപ്പം എന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് പോകുമ്പോൾ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കാൻ, കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ പാലിക്കുന്നതിൽ സ്ഥിരത ഉള്ളവരായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവിനോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയ വരദാനങ്ങൾ ഈ ദിവസം നമ്മളെവിടെയായിരിക്കുന്നുവോ അവിടെ നമുക്ക് ലഭിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ കൊണ്ട് അമ്മ മാതാവ് ആത്മാവിൻ്റെ വലിയ സാന്നിധ്യത്താൽ നിറഞ്ഞതുപോലെ അമ്മ ചെല്ലുന്നിടത്തെല്ലാം ഈ പരിശുദ്ധാത്മാവിനെ നൽകാൻ അമ്മയ്ക്ക് കഴിഞ്ഞതുപോലെ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായി തീരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉള്ളിനിടയിലെ മലരെ മരിയേ മരിയേ, പാപത്തിന്നിരുളിൽ മിന്നി തെളിയും പനിമതിയേ മരിയേ, മുള്ളിനിടയിലെ മലരെ മരിയേ മരിയേ, പാപത്തിൻ ഇരുളിൽ മിന്നി തെളിയും പനിമതിയേ മരിയേ, ഞങ്ങൾ വാഴ്ത്തും നമ്മെ, ഞങ്ങൾ വാഴ്ത്തും നമ്മെ മരിയേ 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 മരിയേ, മുള്ളിനിടയിലെ മലരെ മരിയേ മരിയേ, ഞങ്ങൾ വാഴ്ത്തും നമ്മെ, ഞങ്ങൾ വാഴ്ത്തും നമ്മെ മരിയേ 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 മരിയേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ആവേ മരിയ. നമുക്ക് ഈ 14-ാം തീയതിയിലെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നമുക്ക് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മളിന്ന് അമ്മയുടെ സന്നിധിയിൽ വയ്ക്കുന്ന ഒരു നിയോഗം നമുക്കറിയാം. ഈ 31 ദിവസങ്ങൾ നമ്മളൊരു ക്രിസ്തീയ പൂർണ്ണതയിലേക്ക് വളരാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നിലനിൽക്കാൻ, വിശുദ്ധിയിൽ വളരാൻ, തമ്പുരാനോടുള്ള സ്നേഹത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുവാനൊക്കെയാണ് നമ്മൾ ഈ ശുശ്രൂഷയിൽ മുന്നോട്ട് കടന്നു പോവുക. അതിനോടൊപ്പം നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ നമ്മൾ അൾത്താരയിൽ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. വിവിധങ്ങളായ സൽക്രിയകൾ ചെയ്തുകൊണ്ടും സുഹൃത ജപങ്ങൾ ചൊല്ലിയും നമ്മൾ ഈ ആത്മീയ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കാളികളായി ഒരു ആത്മീയ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു മടുപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. ആത്മീയ വളർച്ചയിൽ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊരു തളർച്ച, ഒരു മന്ദത വരാറുണ്ട്. ഇതെല്ലാ മേഖലകളിലും ഇത് കടന്നു വരാം. ജോലി ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, പഠനത്തിലായിക്കോട്ടെ, ഒരു മരവിപ്പ് കടന്നു വരാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം പഠിച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പം ഇത് കിട്ടിട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി. ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതിനോടൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു റിലാക്സ് ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ ഒരു ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് അവധിയെടുക്കാൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു അവധിയിലേക്ക് പോകാൻ, എല്ലാത്തിൽ നിന്നൊരു പിന്തിരിയാനുള്ളത്. അത് പൗരോഹിത്യ സന്യാസ സമർപ്പിത ജീവിതങ്ങളിലൊക്കെ ദീർഘനാൾ പല ശുശ്രൂഷകളിലായിരിക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുമാറിപ്പോകാനായിട്ടുള്ള, അല്ലെങ്കിൽ അതിലിങ്ങനെ നിലനിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അത് ആത്മീയ ജീവിതത്തിൽ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. കാരണം ചിലപ്പോൾ അതൊരു അപകടത്തിൻ്റെ ഒരു കെണിയായി മാറാം. നമ്മൾ ഇന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത് പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ 5-ാം അധ്യായം അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള 6 മുതലുള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെയുണ്ട്: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. വചനം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളെപ്പോഴും ഉണർന്നിരിക്കുവിൻ, വളരെ ആക്റ്റീവായിട്ടിരിക്കുവിൻ. നിങ്ങൾ വളരെ സ്ഥിരതയോടെ ഇരിക്കുവിൻ. കാരണം ഇതിങ്ങനെയാണ്: നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ. നിങ്ങളിങ്ങനെ മുന്നോട്ട് സ്ഥിരതയോടെ നിൽക്കണം. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ 31 ദിവസം ശുശ്രൂഷ, അപ്പോൾ അതൊരു നിയോഗം പോലെ വെക്കുവാന്ന് വിചാരിച്ചോളുക. അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക കാര്യസാധനത്തിന് വേണ്ടി 9 ദിവസം നൊവേനയിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ 1 മാസം പ്രത്യേകമായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് 33 ദിവസത്തെ പ്രതിഷ്ഠ എടുക്കുന്നു, അല്ലെങ്കിൽ ചില പ്രത്യേക ഉടമ്പടി പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യുന്നു. ഇതെല്ലാം എന്താ? അതിങ്ങനെ സ്ഥിരതയോടെ അത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം അത് മുടങ്ങിപ്പോയി, അല്ലെങ്കിൽ ഒരു ദിവസം സാധിച്ചില്ല, രോഗം വന്നു എന്നുള്ളതല്ല. ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഒരു പ്രയത്നം എന്താണ്? ആളുകൾ ചെറിയ കാര്യത്തിന് വേണ്ടി ചെറിയ നാളുകൾ, കുറച്ച് നാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരു കാര്യങ്ങളോ അധ്വാനങ്ങളോ വേണ്ടി വരുള്ളൂ. പക്ഷെ വലിയൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി, ഇപ്പം ജീവിതത്തിൽ വിജയിച്ച ചില ആളുകളുടെ വിജയ കഥകൾ പറയുമ്പോൾ എന്താണ്? ഒരു ചെറിയ തുടക്കം, ദീർഘനാളുകൾ അതിനുവേണ്ടി അധ്വാനിച്ചു, അവരതിനു വേണ്ടി പദ്ധതികൾ പ്ലാൻ ചെയ്തു, അല്ലെങ്കിൽ രൂപീകരിച്ചു, അതനുസരിച്ച് കൃത്യതയോടുകൂടി മുന്നോട്ട് പോയി. അതിൻ്റെ ഇടയ്ക്കൊരു മടുപ്പ് തോന്നിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൽ ജപമാല ചൊല്ലുന്നതിൽ, പരിശുദ്ധ കുർബാനയുടെ ഒരു ആത്മീയ അനുഭവത്തിലൂടെ കടന്നു പോകാൻ, വിശുദ്ധിയിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ഥിരത പ്രാപിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ നീക്കങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ടാകണം. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം, അതുകൊണ്ട് അതിൽ പറയുകയാണ്:
3, 4 വചനങ്ങൾ പറയാണ്. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിനും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. ഇപ്പോൾ ഈ ജപമാല പ്രാർത്ഥനയിൽ നമുക്ക് പോകുന്നതിനോട് പോകണം, അതൊരു അനുഭവമായി മാറണമെങ്കിൽ നമ്മൾ ഇന്നലകളിൽ കണ്ടത് എങ്ങനെയാണ്? ജപമാല ചൊല്ലുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കുന്നതാണ് നമുക്ക് ചില കൃപകൾ സ്വർഗം തരുന്നത്. അതൊരു മാസത്തിലെ ഏതാനും ദിവസങ്ങളോ, അല്ലെങ്കിൽ ഒരു മാസം ചെയ്യേണ്ടതോ, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കുറച്ച് ദിവസം ചെയ്യേണ്ടതോ, അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല. വിശുദ്ധരാകാൻ, പൂർണ്ണരാകാൻ അത് നിരന്തരം ചെയ്യണം. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുവിൻ. അലസത കൂടാതെ, അലസത വെടിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് കൃപയുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പൗലോസേ പറഞ്ഞു 1 കൊരിന്തോസ് 15 ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാല. ഇതിനകത്തെല്ലാം കൃപ വേണം. അതായത് വിശ്വാസം വഴി എഫെസസ് ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം നമ്മളെപ്പോഴും പലപ്പോഴും ധ്യാനിക്കുന്ന ഇത് നിങ്ങൾ വിശ്വാസം വഴി കൃപയാൽ എത്രയും നേടിയെടുത്തത്. അതായത് യേശുക്രിസ്തുവിലുള്ള ഇത് കൃപ കൊണ്ട് നേടിയെടുത്തതാണ്. ഇത് നിങ്ങൾ അധ്വാനം കൊണ്ടല്ല, അത് നേടിയെടുത്ത കൃപയുണ്ട്, ദൈവത്തിൻ്റെ ദാനമായിട്ട് നൽകിയതായത്. അപ്പം ഇത് ശരിക്കും ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ പോലും സ്ഥിരോത്സാഹത്തോടെ വേണം നമ്മൾ ഈ ഓട്ടപ്പന്തയം ഓടിത്തീർക്കാനായിട്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പറയണം, ഈ ജപമാല പ്രാർത്ഥനയിലാണെങ്കിലും ആട്ടെ, അല്ലെങ്കിൽ ദൈവോചന വായനകളായിക്കോട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പോകുന്നു. ഇപ്പം ഏത് ആത്മീയ വഴികളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്, അതിലൊരു സ്ഥിരത ഉള്ളവരായിത്തീരണം. വചനം പറയുകയാണ്, അതായത് എൻ്റെ സഹോദരി, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുക. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. അപ്പം നമ്മളുടെ ബുദ്ധിക്ക് അതീതമായിട്ട്, അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സ്വർഗം അല്ലെങ്കിൽ വചനം നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ സ്ഥിരതയുള്ളവരായിരിക്കണം. നിങ്ങൾ അതിലിങ്ങനെ പിടിച്ചു നിൽക്കണം. അതിനാൽ സ്ഥിരത ലഭിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരുമായിത്തീരും. അതാ വിശുദ്ധരൊക്കെ പരിപൂർണത. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ക്രിസ്തീയ പരിപൂർണതയിലേക്ക്, പൂർണ്ണതയിലേക്ക് വളരാൻ പറ്റും. ദൈവത്തിൻ്റെ വചനം പറഞ്ഞില്ലേ, നിങ്ങൾ എന്തു ചെയ്യണം? സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണ്ണമായിരിക്കുന്ന പോലെ തന്നെ വീണ്ടും പറയുകയാണ്, അതായത് നിങ്ങൾ പൂർണ്ണ ആത്മാവോടെ, നിങ്ങൾ പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ ആരാധിക്കണം. അപ്പോൾ അത് ഒരു ദിവസം നടക്കേണ്ട കാര്യമല്ലത്, അല്ലെങ്കിൽ ഏതാനും നാളുകൾ മാത്രമല്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള ഈ വിശ്വാസം കാണിക്കുന്ന ഈ പ്രാർത്ഥനയിൽ ഒരുപക്ഷെ മരണചിന്തയെ സ്ഥിരോത്സാഹ ചിന്തയുമായി സംയോജിച്ചുകൊണ്ട് നമ്മൾ പറയണം. ചിലപ്പോൾ നമുക്ക് മുമ്പിലൊരു മരണമുണ്ട്, അത് സ്ഥിരോത്സാഹത്തോടെ നമ്മൾ പോകേണ്ട വരും. ഈ ഓട്ടപ്പന്തയം നമ്മൾ ഓടി തീർക്കേണ്ട വരും. അത് സ്വർഗം ആഗ്രഹിക്കുന്ന കാര്യമാണ്. എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ കൃപയിൽ വളരാൻ പറ്റുള്ളൂ. ഒരു 3 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ഈ ഒരു കൃപയുടെ വഴികളെക്കുറിച്ച്, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ദൈവകരുണയുടെ അപ്പസ്തോലയായ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 146 ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഈ അടുത്ത നാളിൽ പ്രാർത്ഥന ആരംഭിച്ചവർ, അല്ലെങ്കിൽ അടുത്ത നാളിൽ മാനസാന്തരപ്പെട്ടവർ, അവർ പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ അവർക്ക് ഈ വിശുദ്ധി പ്രാപിക്കാൻ പറ്റാതെ വരും. വിശുദ്ധരായിരിക്കുന്നവർ പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ വിശുദ്ധി പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കണം. ഈ അടുത്ത നാളിൽ മാനസാന്തരപ്പെട്ടവർ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഇത് പ്രാപിക്കാൻ പറ്റാതെ നമ്മൾ ഇടയ്ക്ക് വെച്ച് നിന്നു പോകും. അതൊരു വലിയ കൃപകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന്, ഈ കൃപ, അത് പറഞ്ഞ് പലപ്പോഴും കൃപ എത്രമാത്രം അമൂല്യമാണോ. ഈ ജപമാല ഭക്തി നമ്മളതിനെക്കുറിച്ച് അറിയുന്നു, നമ്മളതിനെക്കുറിച്ചൊക്കെ കേട്ടു, ധാരാളം ക്ലാസ്സുകൾ കേട്ടു, നമ്മുടെ പള്ളികളിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്, ഈ നാളുകളിലൊക്കെ അതിനുവേണ്ടി ഒരുങ്ങുന്നുണ്ട്. പക്ഷെ അതെത്ര അമൂല്യമാണെന്ന്, വിലയേറിയ ഒരു മുത്താണെന്ന്, ഒരു വലിയൊരു ദിവ്യ രഹസ്യമാണെന്ന് അറിഞ്ഞ് അത് പ്രാപിച്ചെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വില കൊടുക്കണം. ഹല്ലേലൂയാ. നമുക്ക് സന്തോഷത്തോടെ പറയാം, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നിട്ടാണ് ആ കൃപ അനുവദിച്ച് കിട്ടുന്നതിന് സമയമെടുക്കും. വലിയൊരു കൃപയാണ് നമുക്ക് നേടിയെടുക്കേണ്ടതെങ്കിൽ പ്രാർത്ഥനയുടെ, പലരും പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള വരം കിട്ടണം, അല്ലെ എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കണം, അല്ലെ എനിക്ക് വചനം പ്രസംഗിക്കണം, അല്ലെ എനിക്ക് പലതരത്തിൽ പ്രാർത്ഥനാവരം കിട്ടണം, ദർശനവരം കിട്ടണം, അല്ലെങ്കിൽ വ്യാഖ്യാന വരം കിട്ടണം. ഇങ്ങനെ ചില വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അതൊരു ധ്യാനം കൂടി പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു, നമുക്ക് ഈ ദർശന വരം ഉണ്ടായി എന്ന് പറഞ്ഞാൽ, പക്ഷേ അതിൽ വളരണമെങ്കിൽ
ആ കൃപയിൽ നമ്മൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ കൃപ നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കണം. അതിന് വലിയ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം മൂല്യമുള്ളതാണോ. ഇപ്പോൾ ചെറിയൊരു കാര്യം നേടിയെടുക്കാനായിട്ട് ഇപ്പം നമുക്കറിയാം, കുട്ടികളെ സംബന്ധിച്ചൊരു ക്ലാസ് ടെസ്റ്റ്, ഒരു പാഠം പഠിപ്പിച്ച ശേഷം ടീച്ചർ പറയുകയാണ് പിറ്റേ ദിവസം പരീക്ഷയുണ്ട്. അതിനുവേണ്ടി ആ കുട്ടി മാറ്റി വയ്ക്കേണ്ട സമയം ചിലപ്പോൾ 1 മണിക്കൂറോ അരമണിക്കൂറോ ഉണ്ടെങ്കിൽ ബുദ്ധിയും ജ്ഞാനവും ഒക്കെ അറിവും കൂടുതലുള്ള കുട്ടികൾക്ക് ഒന്ന് വായിച്ചാൽ അല്ലെങ്കിൽ അത്യാവശ്യം ഒന്ന് ചെയ്താൽ അതിനു വേണ്ടി ഒരുങ്ങിയിട്ട് പിറ്റേ ദിവസം പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. എന്നാൽ ഇതൊരു വാർഷിക പരീക്ഷയാണ്, പഠിപ്പിച്ച പാഠഭാഗങ്ങൾ മുഴുവൻ അതിൽ വരുന്നുണ്ടെങ്കിലോ എത്ര ദിവസത്തെ അധ്വാനം വേണ്ടി വരും, എത്ര മണിക്കൂർ അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത് വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ചില വീട്ടിലെ പ്രശ്നങ്ങൾ, ഈ ജപമാല പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുകയാണ്, ഈ 31 ദിവസം കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാകും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഒരു നിമിഷം മതി. കർത്താവിന് ഒരു ദിവസം 1000 ദിവസം പോലെയും 1000 ദിവസം ഒരു ദിവസം പോലെയാണെന്നൊക്കെ വചനം നമ്മൾ മേടിക്കുന്നത്. ഒരു നിമിഷം മതി പാപിനിയെ മാനസാന്തരപ്പെടുത്തിയെടുക്കാൻ. അല്ലെങ്കിൽ കുരിശിൽ കിടന്ന കർത്താവിൻ്റെ വലതുഭാഗത്തുണ്ടായിരുന്ന കള്ളൻ ഒറ്റ നിമിഷം കൊണ്ട് അവൻ പറുദീസായിൽ എത്തിപ്പെട്ടവനാ. അല്ലെങ്കിൽ കർത്താവിനെ കാണാനുള്ള ആഗ്രഹത്തിൽ ആ മരത്തിൻ്റെ മുകളിൽ കയറിയ സക്കേവൂസിൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷം. പക്ഷേ ഈ സക്കേവൂസിൻ്റെ പിന്നിൽ നോക്കുമ്പോൾ നിരന്തരമായ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. ഒരേ ദിവസങ്ങൾ അവനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഒന്ന് കാണണം. പെട്ടെന്നുണ്ടായ ഒരു ഉൾപ്രേരണയല്ല ഈശോയെ കാണാൻ, ആരെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോൾ ഓടുകയല്ല, അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകണം. അപ്പം ഇതിങ്ങനെ മാനസാന്തരത്തിലും ഈ നാളുകൾ എടുക്കുന്നുണ്ടെങ്കിൽ കൃപയുടെ സ്വീകരണത്തിൽ നിരന്തരമായ ഒരു പരിശീലനം, ഒരു അധ്വാനം ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉണ്ടത് നിസാരമാണ് എന്ന് കരുതരുത്. ജപമാല ഭക്തിയിൽ വളരണം എന്നുണ്ടെങ്കിൽ, പരിശുദ്ധ അമ്മയോടുള്ള മാതൃഭക്തിയിൽ ഒരു മരിയ ഭക്തൻ ആകണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബം കൃപയിൽ വളരണമെന്നുണ്ടെങ്കിൽ ദീർഘനാളത്തെ പരിശോധനകൾ, പരീക്ഷണങ്ങൾ, പ്രലോഭനങ്ങളെ നമ്മൾ നേരിടേണ്ടി വരും. അതിനുശേഷം സ്വർണം അഗ്നിയിൽ എന്നതുപോലെ ശുദ്ധി ചെയ്യപ്പെടും. എന്ന് പറഞ്ഞ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് പരീക്ഷിക്കപ്പെടും. എന്നിട്ട് പറയാണ്, ഈ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതിന് 3 കാരണം. ഒന്ന്, ഈ കൃപ ഇനിയും കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്ഥിരതയോടെ നിൽക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജപമാല ഭക്തി നമുക്കത് തുടരണം. അത് നമുക്കൊരു അനുഗ്രഹമായി. നമ്മൾ കുറച്ച് ദിവസങ്ങൾ, ഈ 31 ദിവസം നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ ഇടപെട്ട് ചില കാര്യങ്ങൾ നടത്തിത്തരും. മടുപ്പ് കൂടാതെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഈ കൃപ ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ സ്ഥിരതയിൽ നിൽക്കണം. സ്വരമുയർത്തി നമുക്ക് പറയാം, ഹല്ലേലൂയ, 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 ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. അപ്പൊ എന്താണ്? ഈ കൃപകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥിരത നമ്മൾ പ്രാപിക്കണം. ഒന്നാമത്തെ കാര്യം ഇതാണ്. നമുക്ക് ഒരു വലിയ കൃപ ലഭിക്കണമെന്നുണ്ടെങ്കിൽ, മൂല്യം കൊള്ളതാണെങ്കിൽ അതെന്ത് ചെയ്യണം? പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ പറയല്ലേ, ഇപ്പോൾ കുട്ടികൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പം, അല്ലെങ്കിൽ ഈ കൃപകൾ മൂല്യമുള്ളതാണെങ്കിൽ നമുക്കതിനെ വിലമതിക്കുന്നതിന് വേണ്ടി സ്ഥിരത ആവശ്യമുണ്ട്. നമ്മൾ ആഗ്രഹിക്കാൻ പോകുന്നത് ഒരു വലിയൊരു കാര്യം നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് എന്താണ്? അത് കൂടുതൽ ആഴത്തിൽ എന്താണ്? ഈ കൃപ സ്വീകരിക്കുന്ന വ്യക്തി അതിനെ വിലമതിക്കുന്നതിനായിട്ട് ഈ സ്ഥിരത നമ്മൾ നേടിയെടുക്കേണ്ടി വരും. കൃപ സ്വീകരിക്കാൻ പോകുന്ന വ്യക്തി ഇതിനകത്ത് കൂടുതൽ ആഴത്തിൽ ആ കൃപയെ വിലമതിക്കുന്നതിന് വേണ്ടി. സ്ഥിരതയുടെ രണ്ടാമത്തെ ഒരു കാര്യമാണ് സ്ഥിരത ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത്. നമുക്ക് ആഴത്തിൽ വിലമതിക്കണം. അത്രയും മാത്രം വിലയുള്ളതാണ്. ഒരു കാര്യം നിസ്സാരമാണെന്ന് കണ്ട് നമ്മൾ തള്ളിക്കളയും. അതേസമയത്ത് മൂല്യമുള്ള നല്ല വിലയേറിയ ഒരു മുത്താണ് നമുക്ക് കിട്ടിയത്. നമ്മളതിനെ സൂക്ഷിക്കുന്നതിന്, അതിന് വിലമതിക്കുമ്പോൾ അതത്രമാത്രം ഗൗരവത്തോടെ നമ്മൾ കാത്തു സൂക്ഷിക്കും. അതുപോലെയാണ് കൃപ വളരാൻ വേണ്ടി, ഈ വിശ്വാസത്തിൻ്റെ വിശുദ്ധിയിലൊക്കെ വളരാൻ വേണ്ടി നമ്മളതിന് വിലമതിക്കണം, സ്ഥിരതയോടെ നിൽക്കണം എന്നാണ് പറയുന്നത്. അമ്മ മാതാവ് ശരിക്കും അങ്ങനെയുള്ളവരെയാണ് കൂടുതൽ വളർത്തുന്നത്. അതേ വചനം പറഞ്ഞു, ഉള്ളവന് വീണ്ടും നൽകപ്പെടും. ഉള്ളവന് വീണ്ടും നൽകപ്പെടും എന്ന് പറഞ്ഞാൽ വിശുദ്ധി ഉള്ളവന് സ്ഥിരതയോടെ നിൽക്കുന്നവനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ദൈവങ്ങളുടെ ഡയറിയിൽ മറ്റൊരു ഭാഗത്ത് പറഞ്ഞത് എന്താണ്? ദൈവം കൃപകൾ നൽകാൻ ആഗ്രഹിക്കുന്നു. എന്നെ പലപ്പോഴും അതിങ്ങനെ ചിന്തിപ്പിച്ചിട്ടുണ്ട് ഈ ഭാഗം. ദൈവം കൃപകൾ നൽകാനായിട്ട് സമൂഹത്തെ, വ്യക്തികളെ അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ കൃപകൾ, ദൈവം നൽകുന്ന കൃപകൾ ഒരിക്കലും അത് ദൈവം പിൻവലിക്കില്ല. ഒരു ആത്മാവ് ആ കൃപ സ്വീകരിക്കാൻ വിസമ്മതിച്ചാൽ അത് മറ്റൊരാളിലേക്ക് പോകും. ഒരാൾ സ്ഥിരതയോടെ നിന്നാൽ
അതിന് നല്ല വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ജപമാല ഭക്തി എൻ്റെ ജീവിതത്തിൽ, ഈ മരിയ ഭക്തി, പരിശുദ്ധ അമ്മയോടുള്ള ഈ പ്രാർത്ഥന എന്നെ മുന്നോട്ട് ഒരുപാട് കൃപകളിൽ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളതിനെ ആഴത്തിൽ വിലമതിക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, സ്ഥിരതയോടെ നിന്നേ പറ്റൂ. അത് നിങ്ങൾ ദൈവസന്നിധിയിൽ താഴ്മയോടെ നിൽക്കണം. അതാണ് നമ്മൾ ഈ 31 ദിവസത്തെ ഒരു പ്രധാന നിയോഗമാണ്. നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടായിരിക്കാം ഞാൻ ഒന്നാമത്തെ ദിവസം പറഞ്ഞത്, നിങ്ങൾ എളിമയുള്ളവരായിരിക്കണം. തൻ്റെ ദാസിയുടെ താഴ്മയാണ് അവിടുന്ന് കടാക്ഷിക്കുന്നത്. എളിയവരെയാണ് കർത്താവ് ഉയർത്തുന്നത്. അപ്പം ദൈവസന്നിധിയിൽ താഴ്മയോടെ നിൽക്കണം. നമ്മളെപ്പോഴും ഓർക്കണം, അഹങ്കരിക്കുന്നവരോട് അല്ലെങ്കിൽ ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവർക്കൊന്നും ഇത് നേടിയെടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് സാധിക്കാമെന്ന് കരുതി നമ്മൾ ചെന്നിട്ട് ഇത് നേടിയെടുക്കാൻ പറ്റില്ല. കർത്താവ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, ആകയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം. ഇതിങ്ങനെ എളിമയോടെ ശാന്തതയോടെ നിന്ന് പഠിക്കണം. മൂന്നാമത്തെ കാര്യം ഇതാണ്, ഈ കൃപ സ്വീകരിക്കാൻ സ്ഥിരതയുള്ളവരായിരിക്കണം എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. അത് ഗൗരവത്തോടെ ഓർക്കുക. ഈ കൃപ സ്വീകരിക്കുന്ന വ്യക്തി അതൊരിക്കലും നഷ്ടപ്പെടാത്ത വിധം വളരെയധികം ശ്രദ്ധാലുവാകുന്നതിന് വേണ്ടി. അപ്പം നമുക്കറിയാം, ഒരു കാര്യം സ്ഥിരോത്സാഹത്തോടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധാലുവാകാൻ. സ്ഥിരത എന്തിനാണ്? ആത്മീയ സ്ഥിരത വേണ്ടത് ശ്രദ്ധയോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഒരു ദിവസം 2 ദിവസം ചെയ്യേണ്ട കാര്യം നമ്മൾ പിന്നീട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ആവശ്യമില്ല. അത് വീണ്ടും ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല, തൽക്കാലത്തേക്ക് ഒരു കാര്യത്തിന് വേണ്ടി. പക്ഷേ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധ കിട്ടണമെങ്കിൽ നമുക്ക് ഈ സ്ഥിരത ആവശ്യമുണ്ട്. നമുക്ക് ഈശോയുടെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ അടുത്ത ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കിതൊരിക്കലും അറിയാം, കാരണം വിലമതിക്കണമെങ്കിൽ നമുക്കറിയാം പെട്ടെന്ന് നേടിയെടുക്കുന്ന കാര്യത്തിനൊന്നും ഒരു വിലയില്ല. ഈ 31 ദിവസങ്ങൾ ഈ ജപമാല ഭക്തിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കിത് വിലയുള്ളതായിത്തീരണം. പരിശുദ്ധ അമ്മയോട് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമ്മൾ മുട്ടുകുത്താൻ ഒരുങ്ങുമ്പോൾ പ്രാർത്ഥിക്കാൻ, അമ്മ മാതാവേ, ഈ ആത്മീയ ദിനങ്ങൾ ഇത് വിലയുള്ളതായിത്തീരാൻ, ഈ 31 ദിവസങ്ങൾ ഇത് മുടങ്ങാതെ ഇതിലൂടെ കടന്നു പോകുമ്പോൾ സ്ഥിരതയുള്ളവരായിത്തീരാൻ, ഇതൊരിക്കലും നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ. മൺപാത്രത്തിലെ നിധി നമ്മൾ കാണില്ല, ചില കവറുകളിലൊക്കെ പുറത്തെഴുതി വെച്ചിട്ടുണ്ട്, ഹാൻഡിൽ വിത്ത് കെയർ. വളരെ സൂക്ഷിച്ചു കൊണ്ട് നടക്കണം. അത് വളരെ ശ്രദ്ധയോടെ കൊണ്ട് നടക്കേണ്ടതാണ്. സ്ഥിരതയോടെ നമ്മളിത് കാസൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ഈ ആത്മാവ് നമ്മളെ വിട്ടുപോകും. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മൾ നഷ്ടമാകും. നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച സമയം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ഒരു മേഖല, ആത്മീയ അഹങ്കാരത്തിൽ ജീവിച്ച് ഒരുപാട് പേരെ തകർത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, ആത്മീയ അഹങ്കാരത്തിൽ പെട്ട് പക്ഷേ ആത്മീയ ശുശ്രൂഷ മേഖലയിലുള്ളവരായിരിക്കാം. അവർ ഞാൻ പറയുന്നതാണ് ശരി, എൻ്റെ ആധ്യാത്മികതയാണ് ശരി എന്ന് പറഞ്ഞ് ഒരുപാട് പേരെ വേദനിപ്പിക്കുന്നുണ്ട്. ആത്മീയ അഹങ്കാരത്തിൽപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 7 നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന സൽക്രിയയായിട്ട് ചൊല്ലി എളിമ എന്ന പുണ്യം കിട്ടാൻ വേണ്ടി ഇത് ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഓർക്കണം. നന്മ നിറഞ്ഞവരെയും ചൊല്ലി പ്രാർത്ഥിക്കാം. 7 നന്മ നിറഞ്ഞവരെ സൽക്രിയയായിട്ട് ചൊല്ലി ദാവീദിൻ്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന സുഹൃദേവം. ഉറപ്പുള്ള കോട്ടയാണ് പരിശുദ്ധ മറിയം. അമ്മയോട് പ്രാർത്ഥിക്കാം നമുക്ക്. ക്രൂവേന്മാർ പേരും രഥമേ, സ്വർഗീയ മന്നതൻ പൊൻപാത്രമേ, ക്രൂവേന്മാർ പേരും രഥമേ, സ്വർഗീയ മന്നതൻ പൊൻപാത്രമേ, കാൽ കുഴയുമ്പോളോ ഒരാശ്രയം നീ, അംബികെ ഞങ്ങൾ കേകിടണേ. ആവേ ആവേ അമ്മേ അമ്മേ, അമലേ അമലേ മരിയേ. ആവേ ആവേ അമ്മേ അമ്മേ, അമലേ അമലേ മരിയേ.
ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യമായി എഴുന്നള്ളി വന്ന തമ്പുരാനെ, ലോകമെമ്പാടുമുള്ള അങ്ങേ ആരാധിക്കുന്ന മക്കളോട് ചേർന്ന്, വിശ്വാസികളുടെ സമൂഹത്തോട് ചേർന്നുകൊണ്ട് കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അവിടുത്തെ വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്തുതിയും പുകഴ്ചയും ആരാധനയും സ്നേഹവും നൽകിക്കൊണ്ട് അപ്പാ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ താഴ്മയോടെ നിന്നുകൊണ്ട് ജീവിതകാലം അത്രയും അവിടുത്തെ ആരാധിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് ചേർന്ന് സ്വയം അങ്ങയെ സ്തുതിച്ച് പാടി ആരാധിക്കുന്നു. ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ, ഈ ഭൂവിനായി ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി, ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ, ഈ ഭൂവിനായി ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന എന്നും എന്നേരവും ആരാധന. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന എന്നും എന്നേരവും ആരാധന. ദിവ്യകാരുണ്യേശോയെ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന നൽകുവാൻ, ജീവിതകാലം അത്രയും അവിടുത്തെ സന്നിധിയിൽ വസിക്കുവാൻ, കർത്താവേ, അവിടുത്തെ വചനത്തിൻ്റെ മാധുര്യം ആസ്വദിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. അതിനുള്ള എല്ലാ കാര്യങ്ങളും അവിടുന്ന് ചെയ്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കുവാൻ, ഈ സ്ഥിരത പൂർണ്ണമായ ഫലം പുറപ്പെടുവിക്കുവാൻ, വിവിധങ്ങളായ പരീക്ഷകളാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ അതിൽ സ്ഥിരത ലഭിക്കാൻ, ഈ സ്ഥിരതയാൽ പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുവാൻ, അങ്ങനെ ഞങ്ങളെല്ലാവരും പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരുമായി തീരാൻ ഈശോയെ സ്ഥിരത നൽകി, ശ്വാസത്തിൻ്റെ വലിയ ധൈര്യം നൽകി, അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും സ്ഥിരതയോടെ നിൽക്കുവാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പാടി പ്രാർത്ഥിക്കുന്നു. കാരുണ്യമായി ദൈവം മാറുന്നതെന്തിനു, കാരുണ്യമായി നമ്മെ മാറ്റിയിടുവാൻ. കാരുണ്യമായി ദൈവം മാറുന്നതെന്തിനു, കാരുണ്യമായി നമ്മെ മാറ്റിയിടുവാൻ. വാത്സല്യമായി ദൈവം മാറുന്നതെന്തിനു, വാത്സല്യമോടെ നാം വാണിടുവാം. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന എന്നും എന്നേരവും ആരാധന. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന എന്നും എന്നേരവും ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന, യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന എന്നും
എന്നും എന്നേരവും ആരാധന. പരമപരിശുദ്ധ ദിവ്യകാരുണ്യമേ, യുഗാന്ത്യം വരെ കൂടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയ തമ്പുരാനെ, അവിടുത്തെ വലിയ സ്നേഹമാണല്ലോ അവിടുന്ന് പരിശുദ്ധ കുർബാനയായി മാറി എന്നുള്ളത്. അവിടുന്ന് ഞങ്ങൾക്ക് വലിയ നൽകിയ സമ്മാനമാണല്ലോ ഈ അപ്പത്തെ ആരാധിക്കുവാൻ, ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ അങ്ങ് എഴുന്നള്ളി വരുന്നത്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. താവേ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് ഈ ദിവ്യ കാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സംശയമനസ്കരോ ചഞ്ചലചിത്തരോ ആകാതിരിക്കുവാൻ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ശ്വാസത്തിൻ്റെ സ്ഥിരത നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ശ്വാസത്തിൽ ഇങ്ങനെ വ്യതിചലിച്ചു പോകുന്നവര്, സംശയ മനസ്സുമായി ജീവിക്കുന്നവര്, ചഞ്ചല പ്രകൃതിക്കാരെ നമുക്ക് ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മൾ ഇന്നേ ദിവസം പരിശുദ്ധ ജപമാല രാജ്ഞിയോടൊപ്പം അമ്മയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വലിയൊരു പ്രാർത്ഥന ഇതാ: ശ്വാസത്തിൽ ഞങ്ങൾക്ക് സ്ഥിരത നൽകണമേ. കാരണം വിവിധങ്ങളായ പരീക്ഷകളാൽ ദൈവത്തിൻ്റെ മക്കൾ ഇന്ന് പ്രലോഭിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നു. ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നില്ല, ഒരു കാര്യം തുടങ്ങി വെച്ചിട്ട് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. പല ധ്യാനങ്ങൾ പങ്കെടുക്കുന്നു, പല ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു, മാധ്യമങ്ങളിലൂടെയുള്ളത്. ഭവനങ്ങളിൽ ചില നിയോഗാർത്ഥം ചില പ്രാർത്ഥനകൾ ആരംഭിക്കുന്നു, കൃപകൾക്ക് വേണ്ടി. കാരണം ഈ ലോക ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ശരിക്കും ഒരു ആത്മീയ കരുത്ത് പ്രാപിക്കണമെന്ന് നമുക്കെല്ലാം അറിയാം. ദിവ്യകാരുണ്യനാഥ, പക്ഷെ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അടിക്കടി ഞങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു, വീണു പോകുന്നു. ഈശോയെ, ഇന്ന് ഈ ജപമാല രാജ്ഞിയോടൊപ്പം വിശ്വാസത്തിൻ്റെ ഹൃദയത്തിലൂടെ വാള് കടന്നുപോയിട്ടും വലിയ നൊമ്പരങ്ങളുമായി കടന്നുപോയിട്ടും ഈ അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ സമചിത്തതയോടെ ശാന്തതയോടെ അമ്മ നിന്നു. തൻ്റെ ഏകപുത്രൻ എല്ലാവരാലും പരിത്യക്തനായി, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് നഗ്നനായി കുരിശിൽ 3 ആണികളിൽ തറയ്ക്കപ്പെട്ട് ഭൂമിക്കും ആകാശത്തിനും മധ്യേ അവൻ്റെ കുരിശ് ഉയർത്തപ്പെട്ടപ്പോഴും ഈ അമ്മ പതറിയില്ല. അമ്മയുടെ ആത്മാവിൻ്റെ നൊമ്പരങ്ങൾക്കിടയിലും അമ്മ വിശ്വാസത്തോടെ സ്ഥിരതയോടെ നിന്നു. മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സഭയുടെ അധികാരികൾക്ക് വേണ്ടി, ഉന്നത അധികാരികൾക്ക് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരീ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ചഞ്ചലചിത്തരാകാതിരിക്കാൻ, സംശയമനസ്കരാകാതിരിക്കാൻ, എല്ലാ കാര്യങ്ങളിലും ഒരുവന് കർത്താവിൽ നിന്ന് കരുണ ലഭിക്കണമെങ്കിൽ, കൃപ ലഭിക്കണമെങ്കിൽ അവൻ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവനായിരിക്കണമെന്ന് ഞങ്ങൾ കണ്ടല്ലോ. തമ്പുരാനെ, ഈ 31 ദിവസങ്ങൾ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ പക്വതയും പാകതയും വരാൻ, എല്ലാ രീതിയിലും കരുത്തുള്ളവരായി തീരാനായിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് എളിമയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ ദൈവസന്നിധിയിൽ താഴ്മയോടെ നിൽക്കാൻ തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും എന്നാ തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധമായ മാതാവേ, അമ്മ ദൈവഹിതത്തിന് കീഴ്വഴങ്ങിയതുപോലെ, ദൈവസന്നിധിയിൽ താഴ്മയോടെ നിന്നതുപോലെ ഞങ്ങളും താഴ്മയോടെ നിൽക്കാൻ, എളിമയോടെ വരുന്ന ദുരിതങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാൻ, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിലൊന്നും ശാന്തത കൈവിടാതിരിക്കാൻ, സ്ഥിരതയോടെ നിൽക്കാൻ അമ്മ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. താഴ്മയായി വന്നിതാ
നിന്റെ സന്നിധിയിൽ പാപിയാ എന്നെയും സ്വീകരിക്കണമേ. മനസ്സിലെ മുറിവുകൾ സൗഖ്യമാക്കണേ നാഥ. മനസ്സിലെ മുറിവുകൾ സൗഖ്യമാക്കണേ നാഥ. താഴ്മയായി വന്നിതാ നിന്റെ സന്നിധിയിൽ പാപിയാ എന്നെയും സ്വീകരിക്കണമേ. മനസ്സിലെ മുറിവുകൾ സൗഖ്യമാക്കണേ നാഥ. മനസ്സിലെ മുറിവുകൾ സൗഖ്യമാക്കണേ. വിലയേറിയത് സ്വന്തമാക്കണമെങ്കിൽ ഒരുപാട് വില കൊടുക്കണം എന്ന് ഞങ്ങൾക്കറിയാം. ഒരുവൻ സ്വർഗരാജ്യം കരസ്ഥമാക്കേണ്ടത് വലിയ വില കൊടുത്താണെന്ന് അങ്ങ് സുവിശേഷത്തിലൂടെ ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ. തനിക്ക് സ്വന്തമായിരുന്നതെല്ലാം വിറ്റ് അവൻ വിലയേറിയതിനെ സ്വന്തമാക്കുന്നു. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കുന്നു, അതിലും വിലപ്പെട്ടതിനെ സ്വീകരിക്കാനായിട്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ദൈവമക്കൾക്ക് സാധിക്കാത്ത ഒരു കാര്യമാണ് ദൈവരാജ്യത്തെ പ്രതി പലതും ഉപേക്ഷിക്കുക എന്നുള്ളത്. ദൈവരാജ്യത്തിന് വേണ്ടി, കൃപ സ്വീകരിക്കാൻ വേണ്ടി തനിക്കുള്ളതൊക്കെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. പറയാനും പ്രസംഗിക്കാനും ഒരുപക്ഷെ ചിന്തിക്കാനും ഒക്കെ എളുപ്പമാണെങ്കിലും ഈ കൃപ സ്വീകരിക്കാതെ ഇന്ന് അനേകർ വീണു പോകുന്നതിൻ്റെ കാരണം ഈശോയെ ഞങ്ങൾ അറിയുന്നു, വില കൊടുക്കാൻ, സ്ഥിരതയോടെ നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. കാരണം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ കൃപകളും ശുശ്രൂഷകളും പ്രാർത്ഥനകളൊക്കെ മതി. എന്നാൽ വലിയ കൃപകൾ വേണമെങ്കിൽ, വലിയ അനുഗ്രഹം വേണമെങ്കിൽ, നിലനിൽക്കുന്ന ഐശ്വര്യം, സമൃദ്ധി, സന്തോഷം വേണമെങ്കിൽ നിയമാവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട്. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ കൽപ്പനകൾ നീ പാലിച്ചാൽ ഭവനത്തിലും നഗരത്തിലും വയലിലും എല്ലാം നീ അനുഗ്രഹിക്കപ്പെടും. ഈ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം. മോശ വഴി ദൈവജനത്തോട് കർത്താവ് പറയാണ്, ഈ കൽപ്പനകൾ ഇടം വലം വ്യതിചലിക്കാതെ വേണം നീ പാലിക്കുവാനായിട്ട്. എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു എക്സ്ക്യൂസ് ഇല്ല. ഈശോയെ വിശുദ്ധരൊക്കെ സ്വീകരിച്ചത് ഈ വഴിയാണ്. പരിശുദ്ധ അമ്മ ഈ ജപമാല മാസത്തിൽ ഞങ്ങളോട് ആവശ്യപ്പെടുന്ന ഇതാണ്, ഈ സ്ഥിരതയിലേക്ക് വളരാൻ, അടിപതറാതെയുള്ള വിശ്വാസ ജീവിതം. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ കൃപയുടെ വളർച്ചയ്ക്ക് വേണ്ട, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സ്ഥിരതയിൽ മുന്നേറേണ്ടത്. ഞങ്ങൾ ധ്യാനിച്ചല്ലോ ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിച്ചല്ലോ ദൈവികാരുടെ സന്നിധിയിൽ. കാരണം കൃപ വർദ്ധിക്കണമെങ്കിൽ, കൃപയിൽ വളരണമെങ്കിൽ ഈ സ്ഥിരത വേണം. ഞങ്ങളതിനായി പ്രാർത്ഥിക്കുന്നു, കൃപ വർദ്ധിക്കാൻ. പൗലോസ്ലീഹ വലിയ ധൈര്യപൂർവം പ്രസംഗിച്ചതല്ലേ, എന്തെന്നാൽ ഞാനല്ല, എന്നിലൂടെ കൃപയാണ് അധ്വാനിച്ചത്, എന്നിലൂടെ കൃപയാണ് ഇത് ചെയ്തത്. ഈ കൃപയാൽ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം കവിഞ്ഞൊഴുകുന്ന കൃപ, ആ കൃപ വർദ്ധിക്കുവാൻ, ഈ കൃപയെ വിലമതിക്കാൻ ഈ സ്ഥിരത വേണമെന്ന് ഈശോ പഠിപ്പിക്കുക. ദൈവികാരുണ്യ നാഥ, ഞങ്ങളുടെ സഭയിലും സമൂഹത്തിലും പ്രത്യേകിച്ചും ദൈവരാജ്യ ശുശ്രൂഷയിലായിരിക്കുന്നവർ, കൃപാവരത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവർ, ഈ കൃപയെ വിലമതിക്കാൻ സ്ഥിരത നൽകാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരണം ഇപ്രകാരമുള്ള ശുശ്രൂഷകളെല്ലാം സ്വർഗം ഒരുക്കുന്നത്
ഈ മക്കളെ എല്ലാം സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണെന്ന് ഞങ്ങൾക്കറിയാം. അവിടുന്ന് ഈ കാലഘട്ടത്തിൽ ഞങ്ങളോടെല്ലാം ആവശ്യപ്പെടുന്ന ഇതാ, കൃപയിൽ നിലനിൽക്കണമെങ്കിൽ, കൃപാവര ജീവിതത്തിൽ അതിങ്ങനെ നിലനിന്ന് പോകണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ ഈ സ്ഥിരത വേണം. ഈശോയെ, അത് അവിടുന്ന് ദാനമായി നൽകാതെ, ഞങ്ങളിത് നേടിയെടുത്തതല്ല, അവിടുത്തെ ദാനമാണെന്ന് മനസ്സിലാക്കണം. ഈ കൃപയും ഈ സ്നേഹവും ഈ സ്ഥിരതയും വിശുദ്ധിയെല്ലാം വീണ്ടും ഈശോ പറയുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ, ഈ കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സ്ഥിരതയോടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ ശ്രദ്ധയുണ്ടാകണമെന്ന്. സ്ഥിരതയുണ്ടെങ്കിൽ മാത്രമേ ഇത് ശ്രദ്ധയോടെ ഈ കൃപ കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. ദിവ്യകാരുണ്യത്തിലേക്ക് ഒന്ന് കരങ്ങൾ നീട്ടിപ്പിടിക്കാം. നമുക്ക് കരങ്ങളൊന്ന് യാചനാരൂപത്തിൽ ഈശോയിലേക്കും തുറന്നു പിടിച്ച്, കർത്താവേ, കൃപ തരണം. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. നിന്നെ വഹിക്കുന്ന കഴുതയാകാൻ, മഞ്ഞിൽ കൊളുത്തിയ ദീപമാകാൻ, നിന്ദാ പരിഹാസമേറ്റുവാങ്ങിപ്പോലും നിൻ ദിവ്യവചനത്തിൻ സാക്ഷിയാകാൻ, നിന്നെ പാരിനു നൽകുവാനായിനി ഭാരങ്ങളെന്തും ചുമക്കാൻ. നിന്നെ പാരിനു നൽകുവാനായിനി എന്തു വേണേലും സഹിക്കാം. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. പരിശുദ്ധ അമ്മേ, അമ്മയോട് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയെ, അഹങ്കാരം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് വരാൻ, എളിമയോടെ പ്രാർത്ഥിക്കാൻ, സ്ഥിരതയോടെ നിൽക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. സങ്കീർത്തനങ്ങൾ 119 അധ്യായം 5 വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവൻ ആയിരുന്നെങ്കിൽ. സങ്കീർത്തകൻ്റെ വലിയൊരു ആഗ്രഹമാണ് അങ്ങയുടെ ചട്ടങ്ങൾ പരിശീലിക്കുന്നതിൽ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരത ഉള്ളവനായിരുന്നെങ്കിൽ. ഇതാണ് ഈശോ ആഗ്രഹിക്കുന്നത്, സ്വർഗം ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മ തൻ്റെ മക്കളോട് ആവശ്യപ്പെടുന്ന ഇതാ, മക്കളെ, നിങ്ങൾ കൃപയിൽ നിലനിൽക്കുക, സ്നേഹത്തിൽ നിലനിൽക്കുക. ഈശോയും തൻ്റെ ശിഷ്യന്മാരോട്, തൻ്റെ ജനസമൂഹത്തോട് പറഞ്ഞതാ, നിങ്ങളെന്നെ സ്നേഹിക്കുന്നെങ്കിൽ, എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നുണ്ടെങ്കിൽ, സ്ഥിരതയോടെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തും ചോദിച്ചു കൊള്ളുക. താൽക്കാലികമായ ഒരു കാര്യങ്ങളല്ല പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്. നമ്മൾ ഈ 31 ദിവസങ്ങൾ ഈ ഒരു പ്രത്യേക ശുശ്രൂഷയൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള വലിയൊരു ശക്തിയായി മാറേണ്ടതാ താൽക്കാലിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നിയോഗങ്ങൾ, നിത്യതയെ സ്വപ്നം കണ്ട് നശിച്ചു പോകാത്ത ഒരു ആത്മീയ ജീവിതം, തലമുറകളിലേക്ക് കൈമാറ്റപ്പെടുന്ന ഒരു വിശ്വാസത്തിൻ്റെ സ്ഥിരത.
കർത്താവെ, അവിടുന്ന് എത്രയോ വലിയ കാര്യമായിട്ടാണ് അത് തൻ്റെ മക്കളോട് ആവശ്യപ്പെടുന്നത്. എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവൻ, എൻ്റെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ നീ സ്ഥിരത ഉള്ളവനായിരുന്നെങ്കിൽ തലമുറകളോളം നീ അനുഗ്രഹിക്കപ്പെടും. തമ്പുരാനെ, ഈ സമയം ഞങ്ങൾ കാണുകയാണ്, ദൈവകൽപ്പനകൾ പാലിക്കാതെ തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ വലിയ വീഴ്ചകൾ വരുത്തി തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന സഭാസമൂഹങ്ങൾ, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട കൂട്ടായ്മകൾ, പ്രകാരം സ്ഥാപക പിതാക്കന്മാരുടെ ചൈതന്യമൊക്കെ നഷ്ടപ്പെട്ടു പോയി ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഭകൾ, സ്ഥിരത നഷ്ടപ്പെട്ടു പോയ ഓരോ സഭാസമൂഹങ്ങൾ, ഇടവകൾ, ആദ്യകാല തീഷ്ണത നഷ്ടപ്പെട്ടു പോയവർ, അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു മനസ്സോടെ കരങ്ങൾ കോർത്തു പിടിച്ച് ജപമാല ചൊല്ലുവാൻ, അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠം ഒരുക്കിയിടാമെന്ന് അന്ന പെസഹ തിരുനാളിൽ എന്ന ഗാനം ആലപിക്കുമ്പോൾ, ഹൃദയം കർത്താവിലേക്ക് ഉയർത്തുവിനെന്ന് ഓരോ പരിശുദ്ധ കുർബാനയിലും ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇതാ ഞങ്ങളുടെ ഹൃദയം ഉയർത്തിയിരിക്കുന്നുവെന്ന് സ്വരമുയർത്തി പ്രാർത്ഥിക്കാൻ, ഹൃദയം കർത്താവിലേക്ക് കൊടുക്കാൻ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു, ബലവാനേ അങ്ങ് പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണയായിരിക്കണമെന്ന് ഓരോ കുർബാനയിലും പ്രാർത്ഥിക്കുന്ന മക്കളെ, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി അവൻ്റെ പരിശുദ്ധി ഏറ്റുപറയുവാൻ, കർത്താവ് പരിശുദ്ധനാണെന്ന് ഏറ്റുപറയുന്ന ലജ്ജിക്കാതിരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് വിശ്വാസത്തിൻ്റെ സ്ഥിരത. ആപത്തോ നഗ്നതയോ പട്ടിണിയോ വാളോ എന്തു വന്നാലും ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടാത്ത ഒരു കൃപയുടെ അഭിഷേകം, വിശ്വാസത്തിൻ്റെ സ്ഥിരത, ഇത് നൽകാൻ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പീഡിപ്പിക്കപ്പെടുന്നവരെ നമുക്ക് ഓർക്കുമ്പോൾ ആത്മീയ അഹങ്കാരമില്ലാതെ പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് പ്രത്യേകം പ്രാർത്ഥന നിയോഗം സമർപ്പിച്ചിരിക്കുന്നത്. 7 നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നത് ഒരു സൽക്രിയ പോലെ നമ്മൾ ഓർക്കുന്നത് എന്താ? ഈ എളിമ നിറയാനായിട്ട്. ദാവീദിൻ്റെ കോട്ടയെ എന്ന് പരിശുദ്ധ അമ്മയാണ് വിശേഷിപ്പിക്കുമ്പോൾ എന്താണ് ഇത്? കോട്ടയായ, സ്ഥിരതയുള്ള, സംരക്ഷണമുള്ള ഒരു മതിലായി, കോട്ടയായി അമ്മ മാറും. നമുക്ക് അമ്മയോട് ചേർന്ന് ഈ ആരാധനയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനോ നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. മഹത്വ കർത്താവേ, നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഒരു ജന്മം ഒരേ ഒരേ ഒരു ജന്മം ഈ ഭൂവിൽ നിനക്കു നൽകി ദൈവം. ദൈവഹിതത്തിൽ ജീവിച്ചാൽ ഈ ഭൂവിൽ ഈ ജന്മം
സൗഭാഗ്യസുന്ദര ജന്മം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും